ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. നല്ലൊരു സമ്പൽ സമൃദ്ധമായ വിശ്വവർഷം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലൊക്കെ ആയിരിക്കും. രാവിലെ എണീറ്റിട്ട് വിഷുക്കണിയൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വർഷം ആശംസിക്കുന്നു. നല്ല സമ്പൽ സമൃദ്ധമായ ഒരു വർഷം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ നമ്മളുടെ കറൻറ്റ് എനർജി, യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. നോക്കാം. ഓക്കെ, ഹീറോഫൻറ്റിൻ്റെ കാർഡാണ് ഇത്. ഹീറോഫൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടല്ലോ ഈ ദൈവം, വിഗ്രഹാരാധന. ഇതൊരു ഹൈപ്രീസ്റ്റ് എന്ന് തന്നെ പറയണം. അതായത് ഒരു മതപുരോഹിതനാണ്. ഓക്കെ, മതപുരോഹിതനാണ്, മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കുന്ന ആളാണ്, മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്ന ആളാണ്. അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം അങ്ങനെയുള്ള ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ക്ഷേത്ര സന്ദർശനമോ ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്പിരിച്വൽ പേഴ്സൺസിനെ കാണാൻ സാധ്യതയുണ്ട്. അതാണ് ഹീറോഫിൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ വിഗ്രഹാരാധന, വിഗ്രഹത്തിനെ ആരാധിക്കുക. ഇപ്പോൾ ഇന്ന് ശരിക്കും വിഷു ശരിക്കും കറക്റ്റ് കാർഡാണ് വന്നേക്കുന്നത്. നമ്മൾ ശരിക്കും കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമല്ല, പ്രതിമ, അതാണ് ശരിക്കും നമ്മൾ വെക്കുന്നത് അല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൽ ഭഗവാൻ കുടിയിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ കാർഡാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ദൈവത്തിന് അനുഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ തൊട്ട് തൊഴുന്നു, അല്ലെങ്കിൽ നമ്മൾ വേർഷിപ്പിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഹീറോഫൻറ്റ് വരുമ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടായിരിക്കും, നിങ്ങൾ മതപുരോഹിതന്മാരെ കാണുന്നുണ്ടായിരിക്കും, വിഗ്രഹാരാധന, തൊട്ട് തൊഴുക, ഇതൊക്കെ. അപ്പോൾ ഇന്ന് ദിവസം ഇത് തന്നെയാണ് വിഷു. മനസ്സിലായില്ലേ? അതിന് കറക്റ്റ് കാർഡ് വന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ കാണുന്നുള്ളതാണ്. മേ ബി നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഹീറോഫൻറ്റിൻ്റെ കാർഡ് പറയുന്നത്. പിന്നെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, കോടതി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർക്കുമ്പോൾ പറയാം. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം കറക്റ്റ് ഇന്ന് ഇഷ്ടംപോലെ കാശ് വരും പോകും ഇത് തന്നെ ആയിരിക്കുന്നത് കേട്ടോ. കാശ് വരികയും പോവുകയും ചെയ്യുന്ന ദിവസമായിരിക്കും കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്ന് ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. അല്ലാതെ ആകാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഹറിബറി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം, ധാരാളം പണം വന്നു ചേരും എന്നൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് പണമുള്ള ആളുകളെ നമ്മൾ നോക്കിയാൽ അറിയാം, അവർ പെട്ടെന്ന് ഒരു ദിവസം പണക്കാരായവരായിരിക്കത്തില്ല. ഒന്നുകിൽ അവർ സ്മാർട്ട് വർക്ക് കൊണ്ടായിരിക്കും പണക്കാരായിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അവർക്കുണ്ടാവും. ഈ അതിൽ അവർ ഏതെങ്കിലും അവരുടെ ഒരു ക്വാളിറ്റീനെ എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും അവർ പെട്ടെന്ന് പണക്കാരായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ കുശാഗ്ര ബുദ്ധി, അല്ലെങ്കിൽ അവരുടെ സൂക്ഷ്മമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കില്ല്, അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്താലാണ് നമുക്കും അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്നൊരു ദിവസം നമുക്ക് ഒരിക്കലും പണക്കാരനാകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ശീലങ്ങളും നിങ്ങളിലും ഉണ്ടാവണം. അപ്പോൾ ഇന്നൊരു തുടക്കമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള, അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ വളരെ ധനികനാകാൻ പോവുകയാണ്. അപ്പോൾ ധനികനാകുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് പണക്കാരനായത് എന്നുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു തുടക്കം നിങ്ങൾ ഇന്ന ദിവസം ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, കൊച്ചു തുകകൾ കൂട്ടി വെക്കുക, അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളിന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് പല വിധത്തിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്നാണ്. പോവുകയും ചെയ്യും കേട്ടോ, വരുകയും പോവുകയും ചെയ്യും. കാരണം പണവിനിമയം നടക്കണമല്ലോ. നമുക്ക് ഇങ്ങോട്ട് കിട്ടി നമ്മുടെ അടുത്തൊന്ന് ബ്ലോക്ക് ആയി പോരല്ലോ, നമ്മൾ കൊടുക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് മണി ഫ്ലോ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ദെൻ 6 ഓഫ് കപ്പാണ്
പഴയ ആളുകളെ കാണുക, ചിലപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും. പഴയ ആളുകളെ കാണുക, പഴയ കൂട്ടുകാരുമായിട്ട് സമ്പർക്കത്തിൽ വരിക, പഴയ കൂടെ ജോലി ചെയ്തവരായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, കൂട്ടുകാരായിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം. അവരുമായിട്ടൊക്കെ ഒരു സമ്പർക്കത്തിൽ വരുന്നതും ഓർമ്മകൾ പുതുക്കുന്നതും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് നിങ്ങൾ മറ്റാരോടെങ്കിലും പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ള ആരെങ്കിലും നിങ്ങളുടെ പഴയ കൂട്ടുകാരെക്കുറിച്ചോ കൊളീഗ്സിനെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു പഴയകാല ഓർമ്മയാണ്, നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ് കേട്ടോ. നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇന്ന ദിവസം ഉണ്ടെന്നാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പഴയ നാട്ടിലേക്ക്, പണ്ട് ജീവിച്ചിരുന്ന നാട്ടിലേക്ക് പോകുന്നു എന്നൊക്കെയാണ്. അതുപോലെ ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതായത് സെപ്പറേറ്റഡ് ആയി നിന്നിട്ടുള്ള ആളുകൾക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ് ഈ 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ സിബ്ലിങ്സിൻ്റെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ, ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളുകളിൽ നിന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 6 ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത്. മോസ്റ്റ്ലി ഇത് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ ഓർമ്മകളിലിരിക്കുക, ആ കാലത്ത് നിങ്ങളോട് ഇടപഴകിയ ആളുകളെക്കുറിച്ച് കേൾക്കുക, അറിയുക, അവരോട് സംസാരിക്കുക, ഇതൊക്കെയാണ് കേട്ടോ. ദെൻ ചാരിയറ്റ് ആണെന്നൊരു യാത്ര കാണുന്നുണ്ട്. അപ്പോൾ ഈ ചാരിയറ്റ് എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിശ്ചലമായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വന്നു ചേരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ച് കളഞ്ഞ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്തത് കൊണ്ട് പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരുന്നു. നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരാളുടെ ഒരു കോളായിരിക്കും, ഒരു മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ആൾ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്ത് നിങ്ങൾ വേണ്ടെന്ന് വെച്ച കാര്യമാണ്. അപ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുണ്ടാവേണ്ടതുണ്ട്. കാരണം വൺസ് എൻഡപ്പായി പോയതാണ്. അതുകൊണ്ട് വീണ്ടും വരുമ്പോൾ നമ്മളത് എൻഡപ്പായതിൻ്റെ കാരണം എന്താണ്, വീണ്ടും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് മുന്നോട്ട് തീരുമാനമെടുത്ത് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. മാത്രമല്ല ഇന്നൊരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. ഹാപ്പി ആയിട്ട് പോകണം, പോയിട്ട് വരണം. കാരണം ചാരിയറ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ ലൈഫിലൊരു ചലനം ഉണ്ടാവുന്നു എന്നാണത്. മാത്രമല്ല അത് ശരിക്കുമുള്ള ഒരു നോർമൽ സിറ്റുവേഷനിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. ഈ ആത്മബലം കൊണ്ട് മാത്രം മുന്നോട്ട് വരുന്നു നമ്മൾ പറയുന്ന കാര്യമാണ്. അതായത് ഈ 2 സ്വിങ്സ് ആണ്. ഈ തേരാളി എന്ന് പറയുന്ന ആൾ, അയാളുടെ കയ്യിൽ കടിഞ്ഞാണില്ല. ഈ പറഞ്ഞ ജീവികൾ അസാമാന്യമായ കഴിവുള്ളവരാണ്. രണ്ടുപേരും 2 വശത്തേക്ക് പോയാൽ ഈ ചാരിയറ്റ് അല്ലെങ്കിൽ ഈ ഒരു രഥം നേരെ പോകത്തില്ല. അപ്പം എങ്ങനെ ഇത് നേരെ പോകുന്നു എന്ന് വെച്ചാൽ അയാളുടെ ആത്മബലം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത എന്തോ ഒരു കാര്യം ആത്മബലം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതിന് ഇനിയും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യണമെന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ചാരിയറ്റ് എനർജി. ഇപ്പോൾ ഒരു യാത്ര കാണുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം, പുതിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നെന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോ? ഞാൻ വീഡിയോയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവരുതല്ലോ എന്ന് ഓർത്തിട്ട് ഫാൻ ഓഫ് ചെയ്തതാണ്. എൻ്റെ കൈയൊക്കെ കേട്ടോ ഫുള്ള് ഉയർത്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സമയം രാത്രി 1:15 കേട്ടോ, വെളുപ്പിന് 1:15. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ചൂട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചാരിയറ്റിൻ്റെ എനർജി. നെക്സ്റ്റ് ഇത് 10 ഓഫ് കപ്പാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യുക, ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യുക, അവരോടൊപ്പം സന്തോഷകരമായ സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെയാണ് ഈ 10 ഓഫ് കപ്പ് പറയുന്നത്. ഈ ചാരിയറ്റും 10 ഓഫ് കപ്പ് ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഫാമിലിയോട് ഇരിക്കുന്ന സമയത്തെല്ലാം ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടായിരിക്കും. അപ്പോൾ അവർ വലുതാവുന്ന സമയത്ത് അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെ ആവണം എന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഫാമിലിയിലുള്ള അച്ഛനമ്മമാർ അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുള്ളത് വിചാരിക്കാതെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ടായിരിക്കും. പക്ഷേ അത് കണ്ടിട്ടല്ല കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അപ്പോൾ നല്ല നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോ, അതിൻ്റെ കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നതും കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം. അപ്പോൾ ഇന്നാളൊരു ഞാനിങ്ങനെ വന്നപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആണോ എന്ന്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അടിയും വഴക്കും ഇടിനാശം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട് കേട്ടോ.
അത് നമ്മൾ വഴക്കുണ്ടാക്കുന്നതും മക്കൾ കാണും, അതേപോലെ വളരെയധികം സ്നേഹിച്ചിരിക്കുന്നതും അവർ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ഇത് രണ്ടും ചേർന്നതാണ് ഫാമിലി ലൈഫ്. എങ്കിൽ പോലും ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുമെന്നൊക്കെ ഒരു സങ്കല്പമാണ് അവർക്ക് കിട്ടേണ്ടത്. അല്ലാതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛനും അമ്മയും എന്നൊരു ചിന്ത മക്കളിലേക്ക് വരില്ല. അപ്പം ഇവിടെ 10 ഓഫ് കപ്പ് ഫാമിലി ടൈം കിട്ടുന്ന സമയത്തെല്ലാം കുഞ്ഞുങ്ങൾക്ക് നാളെ ഓർക്കാനുള്ള മെമ്മറീസ് ഉണ്ടാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നതോ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതോ ആയിരിക്കും, എങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര നല്ല ഓർമ്മയായിരിക്കും അത്. ഓക്കെ, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോഴേ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നത്, അവരോട് ജീവിതത്തിലെ മനോഹരമായ നിമിഷം പറയാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ എന്ത് പറഞ്ഞു, വേദനിപ്പിച്ച വിഷമം സാഹചര്യം ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു എന്നൊക്കെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുകയും അവരോട് ചോദിക്കുകയും ചെയ്യണം. അപ്പം അറിയാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് എത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് വളരെ വലുതായിട്ട് അവർ സൂക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 10 ഓഫ് കപ്പ് ഉണ്ട്, എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ അത് നല്ല നല്ല മുഹൂർത്തങ്ങൾ, ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതന്നെ കിങ് ഓഫ് സോഡ്സ് ആണ്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഗുസ്തിക്ക് പോകരുത്, വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ കട്ടൻ ഡ്രൈവായിട്ട് എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് നിങ്ങളുടേതായ ഒരു ലോകത്തായിരിക്കും, കുഞ്ഞുങ്ങളുടേതായ ലോകത്തായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുമായിരിക്കും. അതിപ്പോൾ നിങ്ങളായാലും ശരി കുഞ്ഞുങ്ങളായാലും ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്താൽ ചിലപ്പോൾ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകണ്ട. ഓക്കെ, കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരായ വഴിയിൽ പോവുക, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോവുക, കട്ടൻ ഡ്രൈവായിട്ട് പറയുക, വെട്ടം 100-2 ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റുള്ളവർ ഹേർട്ടാവും. അപ്പോൾ വല്ലപ്പോഴും ആണ് എല്ലാവരും കൂടെ കൂടി ചേർന്നിരിക്കുന്ന ആ സമയത്ത് വഴക്കുണ്ടാക്കാൻ പോകരുത് കേട്ടോ. അപ്പോൾ വഴക്കുണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ട്, അതുണ്ടാവാൻ പാടില്ല. ഡബിൾ കാർഡും ഉണ്ട്, വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ഒബ്സഷനാണ് കേട്ടോ. ഈ പിന്നെ എന്ത് വിശേഷ ദിവസങ്ങൾ വന്നാലും നമുക്ക് ചില വീടുകളിൽ ചില കാര്യങ്ങളില്ലാതെ പറ്റത്തില്ല. അതായത് അഡിക്ഷനാണ്, ചില കാര്യങ്ങളോടുള്ള വല്ലാത്തൊരു അഡിക്ഷൻ. ഇപ്പം മദ്യപാനമായാലും അങ്ങനെയുള്ള അഡിക്ഷനൊക്കെ ഉണ്ടാവാൻ, അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ടായിരിക്കും, കൂട്ടുകാരായിരിക്കാം, അവരൊക്കെ വന്നോട്ടെ, അത് നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വിടുക. അതിനകത്ത് ഈ പറഞ്ഞ പോലെ വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് നല്ല നല്ല സന്തോഷമുള്ള നിമിഷങ്ങളെ ഇല്ലാതാക്കരുത്. ഡബിൾ കാർഡ് എന്ന് വെച്ചാൽ ഒബ്സഷനാണ്, ചിലതിനോട് വല്ലാത്ത അഡിക്ഷൻ ഒബ്സഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. അത് ശരിക്കും ഒരു ഡബിൾ തന്നെയാണ്. കാരണം അത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളല്ലാതാവും, നമ്മുടെ ശരിക്കുള്ള സെൽഫ് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മൾ പിന്നെ പ്രവർത്തിക്കുന്ന പിശാച് തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കാർഡുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനം ഇന്ന് ലൈഫിൽ മൊത്തത്തിൽ കിടന്ന് കറങ്ങും, അതുകൊണ്ട് അത് സൂക്ഷിക്കണം. നെക്സ്റ്റ് 4 ഓഫ് വാണ്ടാണ്. ഇത് വീണ്ടും ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. വീട് വാങ്ങിക്കുന്ന എനർജി ഉണ്ട്, വീട് വിൽക്കുന്ന എനർജി ഉണ്ട്. ഹോം കമ്മിങ് ആണ് കേട്ടോ. അപ്പം വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു വിവാഹത്തിലോ വിവാഹ നിശ്ചയത്തിലോ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഒക്കേഷണൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട, ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇന്നൊരു പ്രയോജനമുള്ള ദിവസമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പേര് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണം കിട്ടുക, അത്തരത്തിലുള്ളൊരു എനർജിയാണ് 4 ഓഫ് വാണ്ട്. ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ദെൻ എംപററാണ്. ഇതൊരു അച്ഛൻ്റെ എനർജിയാണ്. ചിലപ്പം അച്ഛൻ ഇച്ചിരി ചകട വെക്കാൻ സാധ്യതയുണ്ട്. സാരമില്ല, തന്മയത്വത്തോടു കൂടിയൊക്കെ കൈകാര്യം ചെയ്യുക. അതുപോലെ എംപറർ നിങ്ങളും ആവാം, നിങ്ങളും ഒരു തന്ത വൈബ് എന്നൊക്കെ പറയുന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അവിടെ ഒത്തിരി സ്ട്രിക്റ്റ് ആവാൻ നിൽക്കരുത്. ഒത്തിരി സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേക്കും ഊഷ്മളത നഷ്ടപ്പെട്ടു പോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഈഗോ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈഗോ വേണ്ട, വഴക്ക് വേണ്ട, വീട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടൊക്കെ ഇടുക, ഭംഗിയായിട്ടൊക്കെ വയ്ക്കുക. അതൊക്കെയാണ് എംപറർ എനർജി പറയുന്നത്. ഇത് പിന്നെ ജോലിയിൽ ചില ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ വീണ്ടും ഈ ഹീറോഫൻ്റെ സെയിം കാർഡിന് എംപററും കൂടെ വരും. അതായത് കേസ്, അതുപോലെ ഉദ്യോഗസ്ഥ മേൽക്കോയ്മകൾ, അതായത് സീനിയേഴ്സിനോട് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുകൾ നമ്മളോട് അവരുടെ സീനിയോറിറ്റി കാണിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയി വീഴാൻ പാടില്ല. നമ്മൾ തന്മയത്വത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇന്നലെയും വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കോ ലോട്ടറി അടിക്കാനോ ചിട്ടി വീഴാനോ എന്തോ ഭാഗ്യം വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു കർമ്മ തീരുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നുണ്ട്. അതുപോലെ തന്നെ
നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നു എന്നാണ്. ആർക്കും അപ്പോൾ എന്തോ ഒരു വലിയ ഭാഗ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു വലിയ കർമ്മ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഭാഗ്യത്തിലേക്ക് പോകുന്നു എന്നാണ്. ഏസ് ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അതും പറയുന്നത് ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു, ഒരു പുതിയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു, ഒരു പുതിയ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. മാത്രമല്ല ഒരു പുതിയ തുടക്കമാണ്. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളിലേക്ക് സ്നേഹം വന്നു ചേരുന്നു, നിങ്ങൾ തമ്മിലൊരു പുതിയ അടുപ്പം ഉണ്ടാവുന്നു എന്നൊക്കെയാണ് ഏസ് ഓഫ് കപ്പ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫെർട്ടിലിറ്റി, പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞുവാവയെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ചിലപ്പോൾ കുഞ്ഞാവ ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെയും കൂടെ കാർഡാണ്. സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ അവേക്കനിങ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആളുകളോട് പ്രത്യേക ഒരു സ്നേഹം തോന്നുന്നതായിരിക്കാം. അതുപോലെ സ്പിരിച്വലിയും നിങ്ങൾക്ക് ഒരു വല്ലാത്ത അവേക്കനിങ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഞാൻ ഇന്നലത്തെ ആളല്ല, എനിക്ക് ഇന്ന് എന്തൊക്കെയോ മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മൊത്തത്തിൽ നിന്നുള്ളൊരു എനർജി എന്ന് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ വഴക്കുണ്ടാവരുത്. അത് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് 10 ഓഫ് കപ്പും അതിൻ്റെ ഒപ്പം തന്നെ കിങ് ഓഫ് സോഡും കൂടെ വന്നുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവരെയും വീട്ടിൽ വഴക്കുണ്ടാവുമെന്നല്ല. അതുപോലെ ഡെവിൽ കാർഡും കൂടെ ശ്രദ്ധിക്കണം. മദ്യം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വഴക്കുണ്ടാക്കാനും അതിൻ്റെ പേരിൽ അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ വീട്ടിലത്തെ അവസ്ഥ മറ്റൊന്നായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് രാത്രികളിലേക്ക് ആക്കുക. നിങ്ങൾ അതിന് ശേഷം കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക. അതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക, ബഹളമൊന്നും വെക്കാതെ കിടന്ന് സമാധാനാന്തരീക്ഷം നശിപ്പിക്കാതെ കിടന്നുറങ്ങാനൊക്കെ ശ്രമിക്കുക കേട്ടോ. എന്താണ് ഏഞ്ചൽസ് പറയാനുള്ളത് നോക്കാം. ഒന്ന് ഒരു യെസ് കാർഡാണ് കേട്ടോ. എന്ത് കാര്യമാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അക്കാര്യത്തിന് യെസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ നോട്ട് ദ റൈറ്റ് ടൈം, ഇന്ന് ശരിക്കുള്ള ഒരു സമയമല്ല. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, പക്ഷേ ഇന്നല്ല അതിനുള്ള റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ബട്ട് യു ആർ റെഡി, നിങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, നിങ്ങൾ റെഡിയാണ്. അപ്പോൾ പക്ഷേ ഇന്നല്ല ആ ദിവസം, നിങ്ങൾ ഇന്നല്ല അത് ചെയ്യേണ്ടത്, മേ ബി ടുമോറോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ ഒന്നും കൂടി എല്ലാവർക്കും ഒരു വിഷു ആശംസിക്കുന്നു, നല്ലൊരു വിഷു വർഷം ആശംസിക്കുന്നു, സമ്പൽ സമൃദ്ധമായ വിഷു വർഷം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.